കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗിൽ കുറ്റക്കാരായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിനുള്ളിൽ ഉത്തരവിറങ്ങും. കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത് നമുക്കത് കാണാൻ പോലും കഴിയാത്ത ഒരു കാഴ്ചയായിരുന്നു അത്. സർ, അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് സർ അത്. ഇതിൽ പ്രതികളായിട്ടുള്ള 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുന്നു. അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിലൊരു പ്രൊസീജിയർ മാത്രമാണ് സർ. ഇന്നോ നാളെയോ ആ ഉത്തരവ് കൂടി പുറത്തിറങ്ങും സർ. അവരെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങും. ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സമരത്തിൽ കേന്ദ്രത്തിനും പ്രതിപക്ഷത്തിനുമെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ച് ആരോഗ്യമന്ത്രി. കേന്ദ്രം നൽകാനുള്ള 100 കോടിയിൽ 1 രൂപ പോലും നൽകിയിട്ടില്ല. ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്നും പ്രതിപക്ഷത്തിൻ്റേത് മുതലക്കണ്ണീരെന്നും വീണ ജോർജ് പറഞ്ഞു. 2016 ഓണറേറിയം 1000 രൂപയായിരുന്നു സർ. ഇന്ന് അത് 7000 രൂപയായി സംസ്ഥാന സർക്കാർ ഓണറേറിയം നൽകുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ. സർ, ആ ഓണറേറിയം മാത്രമല്ല 3000 രൂപ ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് ഉണ്ട് സർ. സർ, ജനുവരിയിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ആശമാർക്ക് 90% ആശമാർക്ക് കേരളത്തിൽ ലഭിക്കുന്ന തുക 10,000-നും 13,000-നും ഇടയിലാണ് സർ. 90% ആശമാർ, അതായത് 26,125 പേരിലും 90% പേർക്കും 10,000-നും 13,000-നും ഇടയിൽ തുക അവർക്ക് വേതനം ലഭിക്കുന്നുണ്ട് സർ.